കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ് ആൻഡ് റീസ്റ്റാറൽ. അടുത്തത് സ്പോട്ട് ഡബിംഗ്. ഇത്തവണ സ്പോട്ട് ഡബിംഗിനായിട്ട് ഇവിടെ എത്താൻ പോകുന്നത് ലെറ്റ്സ് ഓൾ വെൽക്കം. ഇവിടെ നേരത്തെ വന്നിട്ടുള്ള ആളാണ് പ്രമോദ് പ്രിൻസ്. ഇപ്പോഴും സൂര്യായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്? സൂര്യയായിട്ട് ഒരു കളിയില്ല, കംപ്ലീറ്റ് സൂര്യാണ് കേട്ടോ. ആർക്ക് വേണ്ടി ഡബ് ചെയ്യാൻ പോണേ? സൂര്യക്ക് വേണ്ടി തന്നെ. സംശയമൊന്നുമില്ല, അതങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ സ്പോട്ടിലോട്ട് കൊണ്ടുവരട്ടെ. അപ്പൊ സ്പോട്ടിൽ പോയി നിന്നോ, ഇവിടെ വിഷയം Just set me off my feet. ഒരു സെക്കൻഡില്. ഹായ് മാലിനി, ഐ ആം கிருஷ்ணன். நான் இத சொல்லி ஆகணும், நீ அவ்வளவு அழகு. இங்க எவ்வளவு அழகா இவ்வளவு அழகா பார்த்திருக்க மாட்டேன். I'm in love with you. வந்தா மச்சா, ஒரு ட்ரெயின் ஏறிய வாழ்க்கையில சரிடா தூக்கிட்டு போனாங்கடா, கணவர் விட்டுட்டு போனாங்கடா. அஞ்சலடா, அஞ்சலடா அஞ்சல மச்சாவோ. சரிடா பைக்னா என் பைக்லடா ஆடாது மச்சாவோ. சாதாரண இன்ஸ்பெக்டர் அதே நான் நினைச்சேன்னா 10 நிமிஷத்துல உன்னை வேலையை விட்டு தூக்க முடியும். தூக்கு அத்தாவ எனக்கும் வேணும். நீ என்ன வேலையை விட்டு தூக்கிட்டன்னா என்ன பார்த்து பயந்துட்டேன்னு அர்த்தம். அப்படி பயந்துட்டேன்னா நான் ஜெயிச்சிட்டேன்னு அர்த்தம். சிங்கத்தை போட்டோல பாத்திருப்ப, சினிமால பாத்திருப்ப, டிவில பாத்திருப்ப, ஏன் கூண்டுல கூட பாத்திருப்ப. தம்பி அம்மா காட்டுல நடந்து பாத்திருக்கியா? வெறுத்தரமா தனியா நின்னு வேட்டையாடி பாத்திருக்கியா? ஓங்கி அடிச்சா ஓடுற டன் வெயிட்டடா. பாக்குறியா? மல்லிகத்தராசுல இருந்து மண்வாட்டி வரைக்கும் பிடிச்சு வேலை செஞ்ச கைடா. அவ்வளவு சீக்கிரம் யார் முன்னாடியும் கை நீட்டி நிக்க மாட்டேன், கை கட்டியும் நிக்க மாட்டேன். போலீஸ் முத்திரில 3 சிங்கம் தாண்டா எல்லாரும் பாத்திருப்பீங்க. பின்னால 4வது ஒரு சிங்கம் இருக்கு, அது யாரும் பாத்திருக்க மாட்டீங்க. பார்க்கணும்னு ஆசைப்பட்ட உசுரோடு இருக்க மாட்டேன். സൂര്യയുടെ റൊമാൻസ് വേണോ, സെന്റി വേണോ, ഡാൻസ് വേണോ, ആക്ഷൻ വേണോ, എല്ലാത്തിന്റെ ഹോൾസെയിൽ മാർക്കറ്റാണ് ഈ നിൽക്കുന്നത്. താങ്ക് യു. സൂര്യയോട് അഭിനയിച്ച ഒരാളത് അവിടെ ഇരിപ്പുണ്ട്. അതെ അറിയാം, 7ാം അറിവില്. അത്രയ്ക്ക് ഇഷ്ടമാണോ സൂര്യ? അയ്യോ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം എന്ന് പറയാം, എന്റെ ലൈഫ് ടൈം അംബീഷനാണ്, ഒരു കാര്യമാണ് സൂര്യ നേരിട്ടൊന്ന് കാണുക എന്നുള്ളത്. ശരി, ഞാൻ കുറച്ച് വരയ്ക്കും. അപ്പൊ സൂര്യക്ക് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് പോലെ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലെ ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് കൊടുക്കാനുള്ള ഏർപ്പാട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം, നമുക്ക് ശ്രമിക്കാം. എങ്ങനെയും ചെയ്യണം കേട്ടോ. അത് കാരണം എന്ന് വെച്ചാലേ അത്രയും ജീവിക്കുന്ന സൂര്യേട്ടാ. ശരി, ഒരുപാട് പേര് ഇടയ്ക്കൊക്കെ ഈ 7ാം അറിവ് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കിനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് മിണ്ടണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെയൊക്കെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും കുറച്ചൊക്കെ. പക്ഷെ ഇവിടെ സൂര്യയുടെ ശബ്ദം, അത് നമ്മുടെ ഒരു മലയാളി